നമ്മുടെ ഡ്രോൺ ദൃശ്യങ്ങൾ ഫുൾ സ്ക്രീൻ റിപ്പോർട്ടറിന്റെ ദൃശ്യങ്ങളിൽ രജൌരിയിൽ പതിഞ്ഞ ഡ്രോൺ വിഷ്വൽസ് പാകിസ്ഥാൻ ഡ്രോൺ അതിന് ഫയറിംഗ് വരുന്നതും കാണാം അല്ലേ? അതെ അതെ. ക്യാമറയിൽ നമ്മുടെ ക്യാമറയിൽ പതിഞ്ഞ ഡ്രോൺ കാണുന്നത്. ആ ഡ്രോണിന് ശേഷം അതിനെ വെടിവെച്ചിടുന്നതാണ് പ്രേക്ഷകർ കാണുന്നത്. ആ ഡ്രോൺ പാകിസ്ഥാനിൽ നിന്ന് വന്ന ഡ്രോൺ നമ്മുടെ അതിർത്തി കടന്ന് രജൌരിയിൽ നമ്മുടെ അതിർത്തി കടന്ന് ജനവാസ മേഖലയിലേക്ക് വരുന്നു. നമ്മുടെ റിപ്പോർട്ടർ അതെ തുടർച്ചയായിട്ട് എസ്കലേറ്റ് ചെയ്യാണ്. തുടർച്ചയായിട്ടുള്ള എസ്കലേഷനാണ്. ഇന്നലത്തെ അതേ തുടർച്ചയായ സമാന രീതിയിലാണ്. ഇതൊരു പക്ഷേ ഇത് ഈ സ്പൈ ഡ്രോണുകളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് നമ്മളുടെ ശേഷി മനസ്സിലാക്കാൻ വേണ്ടി അവരയക്കുന്ന സ്പൈ ഡ്രോണുകളായിരിക്കാം. പക്ഷേ അതെല്ലാം നമ്മൾക്ക് വെടിവെച്ചിടാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ജമ്മുവിലെ വ്യോമ പ്രതിരോധ സംവിധാനം പൂർണ്ണമായും പ്രവർത്തന സജ്ജമാണ്. അതെ അതെ, അത് അളക്കാൻ വേണ്ടിയുള്ള തുടർച്ചയായിട്ടുള്ള പ്രകോപനമാണ് നടത്തുന്നത്. പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റിപ്പോർട്ടറിന്റെ ഫ്രെയിമിൽ പ്രേക്ഷകർ കാണുന്നത് അവിടെ രജൌരിയിൽ നമ്മുടെ പ്രതിനിധി നോബൽ മാരിക്കാരനുണ്ട്. നോബൽ മാരിക്കാരൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വന്ന ഡ്രോണിന്റെ വിഷ്വൽസ് ആണ് ഇപ്പോൾ കാണുന്നത്. അത് നമ്മളുടെ CRPF ജവാന്മാരും അവിടെയുള്ള ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സും സേനയും ഇപ്പോൾ വെടിവെച്ച് ഇട്ടിട്ടുണ്ട്. എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ വരുന്നത് രജൌരിയിൽ നിന്ന് വരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ. നന്ദു പേരാമ്പ്ര പകർത്തിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. നേരത്തെ നമ്മൾ കാണിച്ചത് ANI പകർത്തിയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഫ്രം ഗ്രൗണ്ട് സീറോ റിപ്പോർട്ടർ നോബൽ മാരിക്കാരനും ഒപ്പം തന്നെ നന്ദു പേരാമ്പ്രയുമാണ് ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. നോബൽ, നമുക്ക് ആ ദൃശ്യങ്ങൾ വളരെ അടുത്ത് തന്നെ ക്യാമറയിൽ സൂം ചെയ്ത് കാണാൻ സാധിച്ചു അല്ലേ? എനിക്ക് തോന്നുന്നു ഇത് നാഷണൽ ടെലിവിഷനുകൾക്ക് കിട്ടുന്ന അതേ വ്യക്തതയിൽ തന്നെ നമുക്കും കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും അവരോട് നമ്മൾ മുൻപിൽ തന്നെ, അതായത് ഒരുപാട് ഉയരത്തിലൊന്നുമല്ല ഡ്രോൺ ഈ പറന്നിരിക്കുന്നത്. നമ്മൾ താമസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന ഈ ഇവിടെ നിന്ന് കെട്ടിടത്തിന് മുകളിൽ ഏറെക്കുറെ ഒരു 4 നില കെട്ടിടമാണ്. ആ കെട്ടിടത്തിന് തൊട്ട് മുകളിൽ കൂടെ തന്നെയാണ് ഈ ഡ്രോൺ പറന്നിരിക്കുന്നത് എന്നാണ് നമ്മൾ അത്തരത്തിൽ നമുക്ക് കാണാവുന്ന രീതിയിൽ നമ്മുടെ ക്യാമറയിൽ പതിയാവുന്ന രീതിയിൽ തന്നെയാണ് ഡ്രോണുകൾ വന്നത്. നിരന്തരമായ ഡ്രോണുകൾ വരികയായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം. കാരണം 1 അല്ല 2 അല്ല 3 അല്ല നമുക്ക് എണ്ണാൻ കഴിയാത്ത നിലയിൽ ആ ഡ്രോണുകളെ വെടിവെച്ചിടുന്ന ശബ്ദവും നോബൽ കേട്ടു. തീർച്ചയായും നമ്മൾക്ക് തൊട്ടടുത്ത് തീർച്ചയായും നമ്മൾ നിൽക്കുന്നതിന് തൊട്ടടുത്ത് തന്നെ ഈ ഡ്രോണുകൾ വീണിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഡ്രോണുകൾ അധിക ദൂരത്തേക്കൊന്നും പോകുന്നതിന് മുൻപ് തന്നെ ശക്തമായ ഫയറിംഗ് ആണ് ഇതിൽ ഉണ്ടായത്. ശക്തമായ വെടിവെപ്പ് എന്താണെങ്കിലും ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ തന്നെ ഡ്രോണുകളെല്ലാം അപ്രത്യക്ഷമാവുകയും പ്രത്യേകിച്ച് ഒരു ചുവന്ന ലൈറ്റുകൾ ഘടിപ്പിച്ച അല്ലെങ്കിൽ 4 അതിൻ്റെ വിങ്ങുകളിലും ചുവന്ന ലൈറ്റുകൾ ഉണ്ടായിരുന്ന ഡ്രോണുകളാണ് പറന്നു വന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അത്തരത്തിൽ ചുവന്ന ലൈറ്റുകൾ കൃത്യമായി തന്നെ പ്രൊജക്ട് ചെയ്ത് കാണുന്ന രീതിയിലാണ് ഡ്രോണുകൾ വന്നിരുന്നത്. ആ ഡ്രോണുകൾ ഓരോ ഭാഗത്തും പ്രത്യേകിച്ച് വന്നതിന് പിന്നലെ തന്നെ വലിയ ഹെവി ഫയറിംഗ് ആണ് സംഭവിച്ചത്. രജൌരിയിൽ നിന്നും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം തന്നെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ANI വിഷ്വൽസ് കൂടി കൊടുക്കാവുന്നതാണ്. പാകിസ്ഥാന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ജമ്മു, അതേപോലെ പത്താൻകോട്ട്, അംബാല, ഫിറോസ്പൂർ, അമൃത്സർ, പത്താൻകോട്ട് ലക്ഷ്യമാക്കി ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഫ്ലൈറ്റ് റഡാറിന്റെ വിഷ്വൽസ് കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തിയിൽ പക്ഷേ ഇപ്പോൾ വിമാനങ്ങളില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പൂർണ്ണമായിട്ടും എയർ സ്പേസ് പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു കിടക്കുകയാണ് എന്നുള്ളത് പ്രത്യേകം അറിയണം. ഫ്ലൈറ്റ് റഡാർ 24 നിന്ന് വരുന്ന വിവരം അനുസരിച്ച് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തിയിൽ ഒരു വിമാനവും ഇപ്പോൾ നമുക്ക് സ്പോട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ലാഹോർ ഭാഗത്ത് ഒരു വിമാനം നമുക്ക് സ്പോട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശം പൂർണ്ണമായിട്ടും ഇപ്പോൾ വ്യോമാതിർത്തി, അതുകൂടി നമുക്ക് വേണമെങ്കിൽ ഒരു സ്ക്രീനിൽ പ്രേക്ഷകർക്ക് കാണിക്കാം. ഇന്ത്യയുടെ വ്യോമാതിർത്തി പൂർണ്ണമായിട്ടും ഒഴിച്ചിട്ടിട്ടുണ്ട്. നമ്മുടെ ഷംസുദ്ദീൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഈ എയർ സ്പേസ് ഒഴിച്ചിടുന്നത്? ഇന്നലെ ഈ എയർ സ്പേസ് കടന്നാണ് ദമാമിൽ നിന്ന് ലാഹോറിലേക്ക് ഒരു വിമാനം ഇന്നലെ ലാൻഡ് ചെയ്തിരുന്നത്. അങ്ങനെ വരുന്ന വിമാനത്തിൻ്റെ മറപറ്റിയാണ് ഡ്രോണുകൾ ഇന്ത്യയിലേക്ക് അയച്ചിരുന്നത്. ആ ദൃശ്യങ്ങളാണ് ഇന്നിപ്പോൾ, ആ കാര്യങ്ങളാണ് വിക്രം മിശ്രി ഫോറിൻ സെക്രട്ടറി കാര്യങ്ങൾ വിശദീകരിച്ചതും. അത് പാകിസ്ഥാൻ ഇന്ത്യക്ക് വേണ്ടി നിശ്ചയമായിട്ടും ഒരുക്കിയ ഒരു കെണിയാണ്. അതായത് തുടർച്ചയായിട്ട് പാകിസ്ഥാൻ നമ്മളെ പ്രകോപിപ്പിക്കുന്നു. യാത്രാ വിമാനങ്ങളുടെ മറപറ്റിക്കൊണ്ടാണ് ഈ വീണ്ടും ഡ്രോൺ നമ്മുടെ ക്യാമറയിൽ വീണ്ടും പതിഞ്ഞുവെന്നാണ് തോന്നുന്നത്. വീണ്ടും ഡ്രോൺ വിവരമാണ് ലഭ്യമാവുന്നത്. നോബൽ, അവിടെ സുരക്ഷിതമായി നിങ്ങൾ ഇരിക്കുക. നമുക്ക് ദൃശ്യങ്ങളെക്കാൾ പ്രധാനം നിങ്ങൾ സുരക്ഷിതമായിരിക്കുന്നു എന്നുള്ളതാണ്. പ്രേക്ഷകർക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ജനവാസ മേഖലയിലേക്ക് പാകിസ്ഥാന്റെ ഡ്രോണുകൾ വരുന്നത്. ഇന്നലെ ഈ ദൃശ്യങ്ങളെല്ലാം നമ്മൾ ANIയിൽ നിന്നും നോബിളൊക്കെ താമസിക്കുന്ന അല്ലെങ്കിൽ നോബിൾ ഇപ്പോൾ ഉള്ള ഭാഗം അതിർത്തിയിൽ നിന്ന് കുറച്ചുള്ളിലാണ്. ആ ഭാഗത്തേക്ക് ഡ്രോൺ പറത്തിവിടുന്നുണ്ട് പാകിസ്ഥാൻ. തുടർച്ചയായിട്ട് പാകിസ്ഥാൻ പറത്തിവിടുന്നു. നേരത്തെയുള്ള ഡ്രോണിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. അത് ഫയറിംഗിൽ തകർന്നു വീഴുന്നതും പ്രേക്ഷകർ
പ്രേക്ഷകർക്ക് കാണാം. അങ്ങനെ റിപ്പോർട്ടറിൻ്റെ ദൃശ്യങ്ങൾ ക്യാമറയിൽ തന്നെ പാകിസ്ഥാൻ്റെ ഡ്രോൺ പതിയുന്നു. ആ ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടതും. വളരെ നിർഭാഗ്യകരമായ അവസ്ഥയാണ്. അതിർത്തിയിൽ തുടർച്ചയായി പാകിസ്ഥാൻ ഒരു പ്രകോപനവുമില്ലാതെ വളരെ ലാഘവത്വത്തോടു കൂടിയാണ് ഡ്രോണുകൾ. ഡോക്ടർ അരുൺ നോക്കൂ, ഇന്ത്യ ഇന്ന് എത്ര സംയമനത്തോടു കൂടിയാണ്, ആ ഒരു സംയമനം പാലിച്ചുകൊണ്ടാണ് ഇന്ന് വാർത്താ സമ്മേളനം പോലും നടത്തിയത്. ഒരു നിമിഷം, ഇപ്പോൾ മോദി അജിത് ഡോവൽ കൂടിക്കാഴ്ച തുടങ്ങിയിരിക്കുന്നു. റോ മേധാവിയും കൂടി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ള ഒരു വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. മോദി അജിത് ഡോവൽ കൂടിക്കാഴ്ച തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ വരുന്നത്. റോ മേധാവിയും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നിർണായകമായ ചില വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും. നേരത്തെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിനു ശേഷമുള്ള പ്രത്യേക കൂടിക്കാഴ്ചയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, റോയുടെ മേധാവിയും അജിത് ഡോവലും നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറും പ്രധാനമന്ത്രിയെ കാണുകയാണ്. അമൃത്സറിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ ശക്തമായ വെടിവയ്പുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നു നമുക്ക് സൈന്യത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് ഇത് നമ്മൾ കുറച്ച് മുൻപ് ചിത്രീകരിച്ചതാണ്. ഡെഫേർഡ് വിഷ്വൽസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആ ഡെഫേർഡ് വിഷ്വൽസ് ആണ് കൊടുക്കുന്നത്. എനിക്കൊന്ന് മറ്റിടങ്ങളിൽ നിന്നുള്ള വിഷ്വൽസ് നമുക്ക് കൊടുക്കാം. ANAയിൽ നിന്നുള്ള ഫീഡ് ഉപയോഗിച്ചുള്ള വിഷ്വൽസും നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇത് അടുത്തത് ANAയുടെ ഡ്രോൺ വിഷ്വൽസ് നമുക്ക് കൊടുക്കാം. പലയിടങ്ങളിൽ നിന്നാണ്. ഇതിപ്പോൾ നമ്മുടെ പ്രതിനിധി നോബൽ മാരിക്കാരൻ നിൽക്കുന്ന സ്ഥലത്തുള്ള നന്ദു പേരാമ്പ്ര മുമ്പ് പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അമൃത്സറിൽ ഹെവി ഫയറിംഗ് എന്ന വിവരം വരുന്നു. മറ്റു ദൃശ്യങ്ങൾ കൂടി നമുക്ക് നമ്മുടെ സ്ക്രീനിൽ കൊടുക്കാൻ കഴിയും പ്രേക്ഷകർക്ക് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.